ഭൂമിയിൽ ഒരാണവായുധ യുദ്ധം ഉണ്ടായി എന്ന് വെക്കുക, അല്ലെങ്കിൽ കോവിഡിനേക്കാൾ ഭീകരനായ ഒരു പകർച്ചവ്യാധി ഭൂമി മുഴുവൻ പടർന്നു എന്ന് വിചാരിക്കുക, അതുമല്ലെങ്കിൽ ഒരു ഉൽക്കാപതനത്തിൽ ഭൂമി മുഴുവൻ നശിച്ചുപോയി എന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മനുഷ്യവംശത്തിന്റെ കഥ അവിടെ തീർന്നു പോകും. എന്നാൽ അങ്ങനെ തീരുകയില്ല. ഇത് പറയുവാൻ 100% ഉറപ്പുള്ള ഒരു മനുഷ്യനെ ലോകത്തുള്ളൂ. അദ്ദേഹമാണ് എലോൺ മസ്ക്. ഭൂമിയിലെ മനുഷ്യനെ പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ കൂടി ജീവിക്കാൻ കെൽപ്പുള്ള മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് ആക്കി മാറ്റുക എന്നതാണ് മസ്കിന്റെ വർഷങ്ങളായുള്ള സ്വപ്നം. അതായത് ഭൂമിക്ക് സമാനമായി മറ്റൊരു ഗ്രഹത്തെ മാറ്റിയെടുക്കുക, തുടർന്ന് മനുഷ്യരെ ഘട്ടം ഘട്ടമായി അങ്ങോട്ട് എത്തിക്കുക. വീട് വിട്ടാൽ മറ്റൊരു വീട് പോലെ ഭൂമിയിലും ഭൂമിക്ക് പുറത്തും മറ്റു ഗ്രഹത്തിലും മനുഷ്യനെ ഒരുപോലെ ജീവിക്കാൻ പ്രാപ്തരാക്കുക. എന്ത് മഹത്തരമായ സ്വപ്നമല്ലേ! എന്നാൽ ഈ സ്വപ്നം അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. അടുത്ത പതിറ്റാണ്ടുകളിൽ 10 ലക്ഷം മനുഷ്യരെ ചൊവ്വാഗ്രഹത്തിൽ എത്തിച്ച് അവിടെ പുതിയൊരു നഗരം തന്നെ കെട്ടിപ്പടുക്കാനുള്ള കൃത്യമായ പ്ലാൻ മസ്കിന്റെ കൈവശമുണ്ട്. ഇതിനായി മനുഷ്യ ചരിത്രത്തിലെ ഭീമാകാരമായ സ്റ്റാർഷിപ്പ് എന്ന റോക്കറ്റിന്റെ നിർമ്മാണവും അദ്ദേഹം ഭൂരിഭാഗവും പൂർത്തിയാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് മസ്ക് ഇത് സാധ്യമാക്കുക? മസ്കിന്റെ ഭ്രാന്തൻ സ്വപ്നം സഫലമാവാൻ എന്തെല്ലാം കടമ്പകളുണ്ട്? മസ്കിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ A to Z കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. എലോൺ മസ്കിന് ഭൂമി വിട്ടാൽ മറ്റൊരു ഭൂമി എന്ന സങ്കല്പം പെട്ടെന്നുണ്ടായതല്ല. കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന്റെ വായനയും ശാസ്ത്രത്തോടുള്ള താല്പര്യവുമെല്ലാം ഇത്തരമൊരു സ്വപ്നത്തിലേക്ക് നയിക്കാനുള്ള ഇന്ധനമായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് മസ്കിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളാണ്. പ്രത്യേകിച്ച് പ്രശസ്ത എഴുത്തുകാരനായ ഐസക് അസിമോവിന്റെ ഫൗണ്ടേഷൻ എന്ന പുസ്തക പരമ്പര. പ്രപഞ്ചത്തിലുടനീളം മനുഷ്യർ കോളനികൾ സ്ഥാപിക്കുന്നതും ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ നിന്ന് മനുഷ്യന്റെ അറിവുകളെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നതുമാണ് ഇതിന്റെ കഥ. ഈ പുസ്തകം വായിച്ചതു മുതലാണ് മനുഷ്യരാശിയുടെ ആയുസ് നീട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങണമെന്ന ചിന്ത മസ്കിന്റെ മനസ്സിൽ ശക്തമായത്. കുട്ടിക്കാലത്തെ ഈ വായനയും സ്വപ്നങ്ങളും വെറും സങ്കല്പങ്ങളായി അവശേഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം ബിസിനസ് രംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം വലിയൊരു വിജയമാണ് സ്വന്തമാക്കിയത്. അങ്ങനെ 2001 പേപാൽ എന്ന കമ്പനി വിറ്റതിനു ശേഷം വലിയൊരു തുക മസ്കിന്റെ കൈവശം വന്നു ചേർന്നു. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേക്ഷണങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ അദ്ദേഹം നാസയുടെ വെബ്സൈറ്റ് പരിശോധിച്ചു. ചന്ദ്രനിൽ ഇറങ്ങിയതിനു ശേഷം നാസ അടുത്തതായി എപ്പോഴാണ് ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുന്നത് എന്നതിന്റെ ടൈം ലൈൻ തിരയുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ചൊവ്വ ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനും വിവരവും അവിടെ കണ്ടെത്താൻ മസ്കിനായില്ല. 1960കളിൽ ലൈഫ് മാഗസിൻ പോലുള്ള പ്രമുഖ മാസികകളിൽ വന്നിരുന്ന ഭാവിയിൽ മനുഷ്യൻ ചൊവ്വയിൽ ജീവിക്കുന്ന ചിത്രങ്ങൾ ഓർത്തെടുത്ത മസ്കിന് ഇത് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. അമേരിക്കയെ പോലൊരു രാജ്യം ബഹിരാകാശ രംഗത്ത് പിന്നോട്ട് പോവുകയാണോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഈ നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നുമാണ് ലോകത്തെ ഞെട്ടിച്ച പുതിയ ചിന്ത മസ്കിന്റെ മനസ്സിൽ ഉദിക്കുന്നത്. സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് താൻ തന്നെ ചെയ്യുമെന്ന് മസ്ക് ഉറപ്പിച്ചു. പൊതുജനങ്ങൾക്ക് ബഹിരാകാശ കാര്യങ്ങളിൽ താല്പര്യം കൂട്ടാനായി ചൊവ്വയിലേക്ക് ഒരു ചെറിയ ഗ്രീൻ ഹൗസ് അയച്ച് അവിടെ ഒരു ചെടി വളർത്തുക എന്നതായിരുന്നു മസ്കിന്റെ ആദ്യത്തെ പദ്ധതി. ഗ്രീൻ ഹൗസ് എന്നാൽ ചെടികളും മറ്റും വളർത്തുന്നതിനുള്ള കൃത്രിമമായ ഒരു സെറ്റപ്പാണ്. ഇതിനായി കുറഞ്ഞ വിലയ്ക്ക് റോക്കറ്റുകൾ വാങ്ങാൻ അദ്ദേഹം റഷ്യയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ റഷ്യക്കാർ ഒരു റോക്കറ്റിന് ചോദിച്ച തുക വളരെ വലുതായിരുന്നു. തിരിച്ചുള്ള വിമാനയാത്രയിൽ മസ്ക് സ്വന്തമായി ചില കണക്കുകൂട്ടലുകൾ നടത്തി. ഒരു റോക്കറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില അതിന്റെ ആകെ വിലയുടെ വെറും 2% മാത്രമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. റോക്കറ്റുകൾ പുനരുപയോഗിക്കാൻ കഴിഞ്ഞാൽ ബഹിരാകാശ യാത്രകളുടെ ചെലവ് 100-1 കുറയ്ക്കാമെന്നും മസ്ക് തിരിച്ചറിഞ്ഞു. ഈ ഒരു തിരിച്ചറിവാണ് മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തമായി റോക്കറ്റുകൾ നിർമ്മിച്ച് മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2002 സ്പേസ് എക്സ് എന്ന കമ്പനി ആരംഭിക്കാൻ എലോൺ മസ്കിന് അന്തിമ പ്രചോദനമായത്. ഈ മഹാദൗത്യത്തിന്റെ കേന്ദ്രബിന്ദു സ്പേസ് എക്സ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർഷിപ്പ് എന്ന കൂറ്റൻ റോക്കറ്റാണ്. സൂപ്പർ ഹെവി എന്ന് വിളിക്കുന്ന 1ാം ഘട്ട ബൂസ്റ്റർ റോക്കറ്റും അതിനു മുകളിലിരിക്കുന്ന സ്റ്റാർഷിപ്പ് എന്ന പ്രധാന ബഹിരാകാശ പേടകവും ചേർന്നതാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതും പൂർണ്ണമായതും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമായ ഈ വാഹനം. ഒറ്റത്തവണ 100-ലധികം ആളുകളെയും വലിയ തോതിൽ ചരക്കുകളെയും ചൊവ്വയിലെത്തിക്കാൻ ഇതിന് സാധിക്കും. പുനരുപയോഗ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ബഹിരാകാശ യാത്രകളുടെ ചിലവ് വൻതോതിൽ കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് മസ്ക് കണക്കുകൂട്ടുന്നത്. ടെക്സസിലെ സ്റ്റാർ ബേസ് എന്ന വിക്ഷേപണ കേന്ദ്രത്തിൽ വെച്ച് തുടർച്ചയായി നടത്തുന്ന പരീക്ഷണങ്ങളിലൂടെ ഈ റോക്കറ്റിന്റെ വിക്ഷേപണവും ആകാശത്ത് വെച്ച് ബൂസ്റ്റർ തിരികെ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ചു വരികയാണ്. ചൊവ്വയിലെത്തുന്ന മനുഷ്യർക്ക് അവിടെ സ്വയം പര്യാപ്തമായ ഒരു നഗരം നിർമ്മിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ആദ്യഘട്ടത്തിൽ ആളില്ലാത്ത സ്റ്റാർഷിപ്പ് പേടകങ്ങൾ ചൊവ്വയിലെത്തിച്ച് അവിടുത്തെ വിഭവങ്ങളെക്കുറിച്ചും സുരക്ഷിതമായി ഇറങ്ങേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും പഠനം നടത്തും. തുടർന്ന് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും അടങ്ങുന്ന സംഘത്തെ അയച്ച് താമസം,
ഊർജ ഉൽപാദനം, ഭക്ഷണം എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ചൊവ്വയിൽ മണ്ണിനടിയിൽ ധാരാളം ഐസ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഓക്സിജനും ഹൈഡ്രജനും വേർതിരിച്ചെടുക്കാനും അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് റോക്കറ്റിന് ആവശ്യമായ മീഥേൻ ഇന്ധനം അവിടെ തന്നെ നിർമ്മിക്കാനും സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകളെ ചൊവ്വയിലെത്തിച്ച് 2050 അവിടെ ഒരു സ്വയംഭരണ നഗരം കെട്ടിപ്പടുക്കുക എന്നതാണ് മസ്കിന്റെ അന്തിമ പദ്ധതി. ഇതിനു മുന്നോടിയായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിലൂടെ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാനുള്ള പേടകമായും സ്റ്റാർഷിപ്പാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കഠിനമായ തണുപ്പ്, ശ്വസിക്കാൻ വായുവില്ലാത്ത അവസ്ഥ, മാരകമായ റേഡിയേഷൻ തുടങ്ങിയ വലിയ വെല്ലുവിളികൾ ചൊവ്വയിലുണ്ടെങ്കിലും കൃത്യമായ ആസൂത്രണത്തിലൂടെയും അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെയും മനുഷ്യനെ ഒരു അന്തർഗ്രഹ ജീവിയാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. എലോൺ മസ്കിന്റെ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് ചൊവ്വ ദൗത്യത്തിന് വളരെ വേഗതയേറിയ ഒരു സമയക്രമമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞു വരുന്ന പ്രത്യേക സമയം ഓരോ 26 മാസം കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഈ സമയങ്ങൾ കണക്കാക്കിയാണ് വിക്ഷേപണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. നിലവിലെ പദ്ധതികൾ പ്രകാരം 2026 അവസാനത്തിലോ അല്ലെങ്കിൽ അടുത്ത വിക്ഷേപണ സാധ്യതയുള്ള 2028 ആദ്യത്തെ ആളില്ലാത്ത സ്റ്റാർഷിപ്പ് പേടകങ്ങൾ ചൊവ്വയിലേക്ക് അയക്കാനാണ് സ്പേസ് എക്സ് ലക്ഷ്യമിടുന്നത്. റോക്കറ്റുകൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുക എന്നതും അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക എന്നതുമാണ് ഈ ആദ്യഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ആളില്ലാ ദൗത്യങ്ങൾ പൂർണ്ണമായി വിജയിച്ചാൽ അതിനുശേഷമുള്ള അടുത്ത വിക്ഷേപണ സമയത്ത്, അതായത് 2030 31 ആദ്യമായി മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള സ്റ്റാർഷിപ്പ് പേടകങ്ങൾ ചൊവ്വയിലേക്ക് തിരിക്കും. ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും അടങ്ങുന്ന ഒരു ചെറിയ സംഘമായിരിക്കും ഈ ആദ്യ യാത്രയിൽ ഉണ്ടാകുക. ചൊവ്വയിലെ മണ്ണിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തുന്ന നിമിഷം ഇതോടെ യാഥാർത്ഥ്യമാകും. എന്നാൽ മനുഷ്യൻ ചൊവ്വയിൽ ഇറങ്ങുന്നത് കൊണ്ട് മാത്രം ഈ പദ്ധതി പൂർത്തിയാകുന്നില്ല. അവിടെ സ്ഥിരതാമസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി പടിപടിയായി ആളുകളെ എത്തിച്ച് 2050 ആകുമ്പോഴേക്കും 10 ലക്ഷത്തോളം മനുഷ്യർ താമസിക്കുന്ന ഒരു നഗരം കെട്ടിപ്പടുക്കുക എന്നതാണ് മസ്കിന്റെ അന്തിമ ലക്ഷ്യം. എങ്കിലും ബഹിരാകാശ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ സമയക്രമം കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ചൊവ്വയിലേക്ക് പോകുന്നതിന് മുൻപ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായി മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാൻ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് ഉപയോഗിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ ചന്ദ്ര ദൗത്യങ്ങളുടെ സമയക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചൊവ്വ ദൗത്യത്തെയും ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളെക്കാൾ അല്പം കൂടി വൈകി 2030 മധ്യത്തോടെ മനുഷ്യൻ ചൊവ്വയിൽ ഇറങ്ങാനാണ് പ്രായോഗികമായി കൂടുതൽ സാധ്യതയെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. തീയതികളിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാമെങ്കിലും അടുത്ത 10-15 വർഷങ്ങൾക്കുള്ളിൽ ഈ ദൗത്യം പൂർണ്ണതയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മുടെ തലമുറയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും എലോൺ മസ്കിന്റെ ഈ ചൊവ്വ ദൗത്യം. കേവലം ഒരു ബിസിനസ് ലക്ഷ്യത്തിനപ്പുറം വരും തലമുറകളുടെ നിലനിൽപ്പിനായി ഒരു മനുഷ്യൻ കാണുന്ന ഈ സ്വപ്നം യാഥാർത്ഥ്യമായാൽ അത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലാവും. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അതിവേഗത്തിലുള്ള ഈ കുതിച്ചുചാട്ടം കാണുമ്പോൾ അധികം വൈകാതെ തന്നെ മനുഷ്യൻ ചൊവ്വയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് മസ്കിന്റെ ചൊവ്വ ദൗത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.